ഗൈസ്, സ്കിപ്പ് ചെയ്ത് പോലെ അവിടെ നിൽക്കും, നമുക്കൊന്ന് പോയി പൊളിച്ചിട്ട് വരാവേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്താ പരിപാടിയെന്ന്. അപ്പം നമുക്കൊന്ന് സിപ്പ് ലൈൻ വഴി പോയാലോ. നമ്മൾ പരുന്തുംപാറയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ഇട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് വഴി സൈഡിൽ ഇത് കാണുന്നത്. ഞങ്ങൾ ആരും തന്നെ സിപ്പ് ലൈന് ഇതുവരെ കയറിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ അതൊന്നും മുഖത്ത് കാണിക്കാതെ ഭയങ്കര ധൈര്യപൂർവ്വം പോയി നിന്നു ഗൈസ്. ഒരുപാട് ഇഷ്ടങ്ങൾ നമ്മുടെ പേടി കാരണം നമ്മളെപ്പോഴും മാറ്റി വെക്കാറുണ്ടല്ലേ. ഇവിടെ കണ്ടപ്പോഴേ ഞാനും കണ്ണനും പറഞ്ഞു ബാ നമുക്ക് പോയി കയറാമെന്ന്. ബാക്കി എല്ലാവരും പറഞ്ഞു പോകണ്ട, കയറണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു നമ്മുടെ സന്തോഷങ്ങളല്ലേ വലുത്, ഇത് ഇത്രയും പേര് കയറാൻ നിൽക്കുന്നു, പിന്നെ നമുക്ക് എന്താണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഒരാൾക്ക് 500 രൂപയാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത്രയും പേരുള്ളതുകൊണ്ട് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു ഗൈസ്. അങ്ങനെ എന്തൊക്കെയോ ഇട്ട് കൊളുത്തി ഹെൽമെറ്റൊക്കെ വെച്ച് കയറാനായിട്ട് പോവാണ് ഗൈസ്. എൻ്റെ ചെറുതുണ്ടല്ലോ കുരുപ്പ് അപ്പൂസിനെ ആരൂസിനെ ഞങ്ങൾ കയറ്റുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ ഉണ്ടല്ലോ അതേ അങ്ങോട്ട് നോക്കച്ചോമ്പല ഷർട്ട് ഇട്ട് മഞ്ഞ തൊപ്പിയൊക്കെ വെച്ച് അവൻ എന്നെ കഴിഞ്ഞ് മുന്നിൽ റെഡിയാകുമോ. ഞാൻ പറഞ്ഞു അപ്പൂ ഞാനും കണ്ണനുമാണ്, ഞങ്ങൾക്ക് സമാധാനമാണ്, ഞങ്ങൾ പോയിട്ട് വരാം, ഞങ്ങൾ പോയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ അതാ ഞങ്ങളെ കഴിഞ്ഞ് മുന്നിൽ അവൻ കയറി നിൽക്കുന്ന നിപ്പ് കണ്ടില്ല. ഇടി എടുക്കുന്ന ആൾക്കാണല്ലോ അപ്പൂസിൻ്റെ നിപ്പും പരുവവും കണ്ടിട്ട് കൈയും കാലം വരച്ചിട്ട് വയ്യ. അവരോട് ചോദിക്കുന്നുണ്ട് പോണോ എന്ന്. ഈടാ അവൻ്റെ ഒരു ചിരി കണ്ടില്ലേ. ഒരു സ്റ്റെപ്പ് മോളോട്ട് ഇതാ കയറാൻ പോകുമ്പോൾ ചെറുതായിട്ട് ചങ്കിടിപ്പിച്ചിട്ട് കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതാ ഒരുത്തൻ ചങ്കത്ത് കൈയൊക്കെ വെക്കുന്നത് വലിയ ധൈര്യത്തിലാണ് ഇപ്പം എല്ലാം ചങ്കിടിച്ചോണ്ടായിരിക്കുന്നത്. അങ്ങോട്ട് പുറകോട്ട് ഒരു ഉന്തുമ്പോൾ നല്ലതായിട്ടൊന്ന് നെഞ്ചിടിക്കും. എൻ്റെ ദൈവമേ കാത്തോണേ എന്ന് പറഞ്ഞാ ഒരു പോക്ക്. ഇതിൽ കയറാത്ത വിരലിൽ എണ്ണാന്ന് കുറച്ച് പേരെ കാണുള്ളൂ അല്ലേ. കയറിയവരൊക്കെ പുറത്തിറക്കി. ഇവളെന്തായി കഥ പറയുന്നത്, ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ആവേശമാണ് ഗൈസ്. പക്ഷെ ഭയങ്കര പൊളിയായിരുന്നു. പിന്നെ അങ്ങ് കയറാനുള്ള ആവേശമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അതിലും പൊക്കത്തിൽ ഇങ്ങോട്ട് വരുന്നു. ദാ ഇപ്പം അടുത്ത രണ്ടെണ്ണം ഒരു വരവുണ്ട്, ജിഷിയും അമ്പാടിയും. എൻ്റെ ഗൈസ് ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ഉണ്ട് രതീഷേട്ടനെ ഏൽപ്പിച്ചിട്ട് പോയ ആരും ഭയങ്കര കാറി കൂകി ഏങ്ങലടിച്ചൊന്നും പറയണ്ട. ഇതാ ഇപ്പം കണ്ടേ ഈ ഒരു ഉന്തലുണ്ടല്ലോ. അപ്പം നമ്മൾ ഓർക്കും എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന്. പിന്നെ ഭയങ്കര ഒരു വൈബായി. ആദ്യം ഒരു ഒരു ഇച്ചിരി ഒരു ഇത് തോന്നുന്നു, അത് കഴിയുമ്പോൾ ഭയങ്കര വൈബാ. ഒന്ന് പോയതിൻ്റെ ധൈര്യമൊക്കെ സംഭരിച്ച് ഞാൻ ഇതാണ്ട് കാറി കൂകി ആരുവിനെയും കൊണ്ട്. അങ്ങോട്ട് പോയപ്പോൾ ആരും എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ക്യാമറ ഒന്നും ഓണാക്കില്ല. എന്നാലും ഫോൺ പോക്കറ്റ് ഇട്ടിരുന്നു. എന്നുവെച്ചാൽ മുമ്പേ പോയപ്പോൾ എനിക്കതറിയാലോ. തിരിച്ച് വന്നപ്പോൾ രണ്ടാമത് നിങ്ങൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി. അങ്ങനെ ആരൂസ് കാരണം എനിക്കൊന്ന് ഫ്രീ ആയിട്ട് ഒന്നുകൂടെ പോകാനൂടെ പറ്റിയിട്ട്. ആരൂസിൻ്റെ കൂടെ പോകാൻ ആരും ഇല്ലായിരുന്നു. അപ്പം എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. ഒന്ന് പോയതായിരുന്നു, ഫ്രീ ആയിരുന്നു എനിക്ക്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും നമ്മുടെ ലക്ഷ്യം എവിടായിരുന്നു, പരുന്തുംപാറയല്ലേ, അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. മഴയൊക്കെ പെയ്തു മാറി നല്ല മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടില്ലെങ്കിൽ എന്ത് വൈബല്ലേ. പാട്ടില്ലെങ്കിൽ എന്ത് വൈബെന്നല്ല, കോപ്പിറൈറ്റ് വന്നാലായിരിക്കും അതൊരു വൈബാകുന്നത്. എൻ്റെ ദൈവമേ, നമ്മൾ പോകുന്ന യാത്രയിലെല്ലാം നമ്മൾ പാട്ടൊക്കെ ഇട്ടല്ലേ തകർത്തല്ലേ നമ്മുടെ യാത്രകളൊക്കെ അല്ലേ. വീഡിയോസ് എടുക്കുന്ന കാര്യമൊക്കെ അങ്ങ് മറന്നു പോകും ആ വൈബിൽ. പിന്നെ ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോഴത്തേനെ ഓർക്കുന്ന ദൈവമേ കോപ്പിറൈറ്റ് ആകുമോ. പിന്നെ ഇതൊക്കെ കളയാനും തോന്നുന്നില്ല. എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് നോക്കാം ഗൈസ്. ചെറുതിന് രണ്ടിനും കുറെ പട്ടം കിട്ടിയിട്ടുണ്ട്. അതും പറപ്പിച്ച് അത് രണ്ടും അതിലെ പറന്ന് കളിക്കുന്നുണ്ട്. ഇതാ ഞങ്ങൾ പതിയെ ചുവടുകളൊക്കെ വെച്ച് ഡാൻസ് മൂഡിലേക്കും. ഇതാണോ ഡാൻസ് മൂഡല്ലേ. ചതിക്കാത്ത ചന്തുവിൽ പറയുന്ന പോലെ മാങ്ങാപറി ചെളുകുത്ത് എന്നാലും ഞങ്ങൾ തറക്കുക. പാട്ടൊക്കെ ഇടുമ്പോൾ നല്ല നെറ്റ് പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായൊക്കെ പോകുന്നുണ്ട്. എന്നാലും ഞങ്ങൾ അതൊന്നും വെക്കാനായിട്ട് നിന്നില്ല. ഒരുമാതിരി നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ പാട്ടും ഡാൻസും കട്ടൻ ചായയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങ് ഇറങ്ങി. കട്ടൻ ചായ കൂടി എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഡാൻസ് ആവാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. ഞാൻ എന്തിനാ ഇങ്ങനെ കലുവിലെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ പാട്ട് കേൾപ്പിക്കാതിരിക്കാനെന്നുള്ളത് ചാനലുള്ളവർക്കറിയാം അല്ലേ.
അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കാഴ്ചക്കാരിൽ ഒരാൾ ഡാൻസ് ഒക്കെ ആയിട്ട് കണ്ണൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. എന്താണെങ്കിലും അവർ തകർക്കട്ടെ. ഞാനിങ്ങനെ കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോഴേ ഈ ചാനലുള്ള നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയും കുറച്ച് കോപ്പിറൈറ്റ് വാരി കൂട്ടുന്നുണ്ടല്ലേ എന്ന്. അങ്ങനെ ഞങ്ങളുടെ മാങ്ങാപറി ചെളികുത്തൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് പ്രകൃതി രമണീയമായ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അല്ലേ. എല്ലാം മറന്ന് കുട്ടീസിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ പ്രായമൊക്കെ മറന്നു പോകും അല്ലേ. ദാ ഒരുത്തി പട്ടത്തിന്റെ നൂലൊക്കെ പിടിച്ചുകൊണ്ട് ഓടുന്നു പിള്ളേരുടെ പുറകെ. ദാ നമ്മുടെ നാടൻ പശുക്കളൊക്കെ നിൽക്കുന്ന കണ്ടോ, പുല്ലൊക്കെ മേഞ്ഞ്. എന്ത് രസമാണ് കാണാനല്ലേ. ഈ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒഴുകുന്ന കുഞ്ഞരുവിയും എല്ലാം കൊണ്ട് ഇങ്ങനെ കണ്ടു നിൽക്കാൻ എന്നാ രസം. അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം എല്ലാവരും പോകുന്നു, എന്നാലും പിന്നെയും എല്ലാവരെയും അവിടെ എത്തിക്കുന്നത് അവിടുത്തെ ഈ മനോഹരമായ കാഴ്ച അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ എത്ര ഇതായിട്ട പ്രകൃതി, ഭയങ്കര ഒരു ഭംഗി തന്നെയാണ്. ഇതെന്താ ഈ തപ്പിപ്പറക്കുന്നതെന്നറിയാവോ? ഇടിക്കൂട് തന്നെയാ. അല്ലെങ്കിൽ കൊണ്ടുപോയി കറി വെച്ചിട്ട് മീൻ തിരിച്ച് ഭിത്തിയാലിരുന്നോളൂ. ഒത്തിരി ഉണ്ട്. ഇത് അരിക്കൂണ് തന്നെയാ, മണമുണ്ട്. ഇതുണ്ടോ, നമ്മൾ അവിടുന്ന് പറിക്കുന്ന എങ്ങനെയല്ലായിരുന്നു, ഇവിടെ എല്ലാം ഉണ്ട്. ലാസ്റ്റ് തീരുമാനമായി നല്ല കറി വെക്കുന്ന കൂണ് തന്നെയായിരുന്നു. എല്ലാവരും ചവിട്ടി മെതിച്ച് കളഞ്ഞു. നല്ല ചാറ്റമഴയുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല ഐസ്ക്രീം തിന്നാനായിട്ട് കൊതി.
കുറേ കട്ടൻ ചായയും കട്ടൻ കാപ്പിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയതേ. അപ്പം ഞാനും ഓളും പറഞ്ഞു നമുക്ക് അത് കുടിക്കാം, ഐസ്ക്രീം മേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിള്ളേർ കൊണ്ട് കുറച്ച് തിന്നാൻ തന്നു കഴിഞ്ഞപ്പോൾ അപ്പൂസ് എനിക്കും ജിഷിക്കും കൊണ്ട് തന്നു തിന്നാനേ. തിന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഒരു മോഹം, പിന്നെ അങ്ങ് മേടിച്ച് ഞങ്ങളും. ദാ ഇവൾക്ക് ഐസ്ക്രീം വേണ്ട. പിള്ളേരുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ചൊക്കെ തിന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവളുടെ മെയിൻ പരിപാടി എന്താ പറയുക, പിള്ളേരുടെ കയ്യിലിരിക്കുന്നതിലോ അല്ല എൻ്റെ കയ്യിലിരിക്കുന്നതിനോ ചുവടില്ല, എല്ലാം അവളും ഒടിച്ചങ്ങെടുക്കും. അവൾക്ക് മണ്ടഭാഗം വേണം, അതിൻ്റെ ചുവട് ഒടിച്ച് ഇവളങ്ങെടുത്തേക്കും. മറ്റേ ഒരലിൻ്റെ അല്ല മറ്റേ നെയ്യ് ഇരിക്കുന്ന അല്ല വെള്ളപ്പാത്രം അത് ഞങ്ങൾക്ക് ഇരുട്ട് വീണ് തുടങ്ങിയിട്ട് നോക്കിയേ പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്നത്. നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് പോവാ. ഇനി പോകുന്ന വഴിക്ക് മുറിഞ്ഞുപുഴയിലൂടെ കയറി വീട്ടിൽ പോകണം. ഇതുവരെ രാത്രി ഇവിടെ വന്നിട്ടില്ല. ദാ ഇന്നാൾ മണ്ടയിൽ തങ്ങിയിരുന്ന മരമൊക്കെ താഴെ വന്നെത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പരുന്തുംപാറയിലൊക്കെ പോകാനായിട്ടുള്ള ആ ഒരു ഇതിലങ്ങ് ചാടിത്തുള്ളി അങ്ങ് പോയി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അതാ ഇവിടെ അങ്ങ് ഇറങ്ങി. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബൈ.